തിരുവനന്തപുരം കരമനയിൽ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ജീവനൊടുക്കിയ ദമ്പതികളുടെ മൃതദേഹങ്ങൾ പ്രതിഷേധങ്ങൾക്കൊടുവിൽ SBI SME ബ്രാഞ്ചിന് മുന്നിൽ നിന്ന് മാറ്റി. വായ്പ എഴുതിത്തള്ളാമെന്ന് ബാങ്ക് അധികൃതർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചത്. വൈകുന്നേരം 6:30 ശാന്തി കവാടത്തിൽ ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, വായ്പ എഴുതി തള്ളാമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു, അപ്പോഴും 2 വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണോ ഇനി? അതുകൊണ്ട് അല്പസമയം മുമ്പാണ് കോരിച്ചൊരിയുന്ന മഴയത്തും ഈ പ്രതിഷേധം, ഈ മൃതദേഹങ്ങൾ ഇവിടെ തന്നെ ബാങ്കിന്റെ ബ്രാഞ്ചിന് മുമ്പിൽ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നത്. അതിനിടയിലാണ് DCP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്ക് അധികൃതരുമായും ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രവർത്തകരുമായും സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പ് ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ 20 ദിവസത്തിനകം ഈ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചതിനു ശേഷം 6:30 ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഉച്ച മുതൽ ഈ 2 മൃതദേഹങ്ങൾ SME SBI ബ്രാഞ്ചിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വായ്പ എഴുതി തരണം, അതോടൊപ്പം തന്നെ ജപ്തി നടപടികൾ ഉൾപ്പെടെയുള്ള മറ്റ് തുടർ നടപടികൾ മുഴുവൻ അടിയന്തരമായി നിർത്തിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ആരംഭിച്ചത്. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം ബാങ്ക് അധികൃതരും ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താണ് മണിക്കൂറുകൾക്ക് ശേഷം 20 ദിവസത്തിനകം വായ്പ എഴുതി തള്ളുമെന്ന ഉറപ്പിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ച മൃതദേഹങ്ങളുമായി കരമനയിലേക്ക് പോയിരിക്കുന്നത് ആംബുലൻസുകൾ. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകി.